അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവെ നിന്റെ ചിറകിന്റെ കീഴിൽ സ്വരുക്കൂട്ടരെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം നിന്റെ ശിരസിൽ വെക്കണെ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യക്കെട്ടിന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ തിരുസിലിവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസിലിവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികവും സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ, അതായത് ദൈവവിളി 2 തരമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചത്, ഈശോനെ ദൈവപിതാവ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ്. അത് ഇപ്പം നമ്മൾ പലരും വരുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് ആകർഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യും. അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ സാക്ഷി ഉടമ്പടി എടുത്തിരിക്കണ ചില ആൾക്കാർ സാക്ഷ്യം കേട്ടിട്ടല്ലേ, സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും, ചില പത്രത്തിലെ സാക്ഷ്യം കണ്ട് ആകർഷിക്കും. ആദ്യം ഇങ്ങനെ ആകർഷിക്കുക, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത്. ഇപ്പം മറിയം എങ്ങനെ, മറിയം പക്ഷേ അമ്മയുടെ ദൈവവിളിയിൽ എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ. അതായത് ഇപ്പം ഈശോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ 17:4 എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. കന്യാകുമാരി എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ്. അപ്പോൾ ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിക്ക് മുമ്പ്, നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് ആകർഷണമുണ്ട്. അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ്. എന്താണത് പറയണത്? ഈ ആത്മാവിനെ ഞാൻ അസൂയയോടെ അഭിലഷിച്ചു. യാക്കോബ് 4:5 നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പം മറിയത്തിൽ നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത്. ആദ്യം ആകർഷണമല്ലത്. അപ്പം മറിയം അതിനോട് സഹകരിക്കുന്നുണ്ട്. എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും മറിയത്തിൻ്റെ സഹകരണം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വസ്ത്രഗീതമില്ലേ, അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാത്മാ നിറഞ്ഞ് പറഞ്ഞ സ്വസ്ത്രഗീതങ്ങളാണ് ഇല്ലേ. 1 സാമൂൽ 2:1 ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പൊ ഇതാണ് മറിയം സ്വസംഗീതത്തിൽ പറയണത്. എടുത്തേ ലുക്ക 1:46. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് 2 സെയിം അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു. ആ കുഞ്ഞ് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്വസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നു. സ്വസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ ഹന്നായുടെ സ്വസ്ത്രഗീതമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ആ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോൾ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മയ്ക്കറിയാം. കാര്യം എന്താണ്? ഒരാവശ്യം വന്നപ്പോൾ സാമുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയത്തിൻ്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അപേക്ഷിച്ചിട്ട് മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കണം. ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ അഭിനിറ്റ് തോന്നണം. അങ്ങനെ തോന്നിയാൽ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കും ദൈവം. അപ്പോൾ ദൈവവിളിയിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം, രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി. അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം, ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം. അത് 2 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി. ആകർഷിപ്പിലാണോ ഉള്ളത്
അത് ഏൽപ്പിച്ച ജോലിയിലാണ് ഉള്ളത്. സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ടൈം ഷോർട്ടണിങ്. ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് എന്താ? സമയ ചുരുക്കം. അപ്പോൾ സമയ ചുരുക്കം തന്നെ അല്ല, ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാരം കുറഞ്ഞു വരിക. ഈ ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്ന സമയ ചുരുക്കവും ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയുന്ന ഭാരക്കുറവും ഉടമ്പടിയുടെ ഒരു വലിയ അനുഭവമാണ്. ഭാരമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്താ പറഞ്ഞത്? ഒരു സാക്ഷ്യം എന്ന് പറയണത് അവർക്ക് എൻ്റെ കലിബറുണ്ട്, അവർ മെറിറ്റോറിയസ് ആണ്, അതുകൊണ്ട് അവരിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് അവർ IELTS എഴുതുകയാണ്. പക്ഷേ അത് 3 ഫ്ലോപ്പായിപ്പോയി. പിന്നെ അവർക്കത് ഭാരപ്പെട്ട ഒരു വിഷയമായി മാറി. ഭാരപ്പെട്ട വിഷയം എന്ന് പറയണത് നമുക്കറിയാം. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർക്ക് വീട് വെക്കാൻ പറ്റണില്ല. എൻ്റെ വീട് വെക്കാൻ പറ്റാത്തത് അവരുടെ പേരിൽ സ്ഥലമില്ല. എന്താ സ്ഥലമില്ലാത്തത്? ഭാഗോടപടി ചെയ്തിട്ടില്ല. എന്താ ഭാഗോടപടി ചെയ്യാത്തത്? മുന്നാധാരമില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അപ്പൂപ്പന്മാരുടെ കാലം മുതലേ മുന്നാധാരമില്ലാതെ തറവാടിൻ്റെ പൊതു സ്വത്തായിട്ട് കിടക്കണമ്പോൾ നമ്മൾക്ക് അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. താമസിക്കുന്ന വീട് നമ്മൾ താമസിച്ച് ഉറഞ്ഞ് താഴെ വീഴുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവകാശമുണ്ട് കേസ് കൊടുക്കും. അതാണ് പ്രശ്നം. മെയിൻ്റെനൻസ് പോലും തൊടാൻ പറ്റുന്നില്ല. ഇതാണ് ഭാരപ്പെട്ടെന്ന സംഭവം. ഈ ഭാരപ്പെട്ട വിഷയം ഉടമ്പടി എടുക്കുമ്പോൾ വെറും 45 ഡേയ്സിനുള്ളിൽ ഇത് ലഘുവായിട്ട് വന്നത് കാണാം. അതായത് ഈ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് മകളുടെ ഇപ്പോൾ സുകുമാരൻ്റെ മുരട് മുറുക്കം പാമ്പിൻ്റെ ഇടയിലൂടെ സുകുമാരൻ്റെ അമ്മയുടെ കരഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്രയെന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അമ്മയെ തിട്ടപ്പോൾ തന്നെ ഇപ്പോൾ 1 ലക്ഷത്തോളം അടുത്തായി. അതെന്താ കാര്യം? മുരട് മുറുക്കം പാമ്പ് ഇതിൻ്റെ ഇടയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്ര. എന്താ അവരുടെ വിഷയം? എന്താ അതിൻ്റെ വിഷയം എന്ന് പറയണത്? അയാളുടെ അദ്ദേഹത്തിൻ്റെ മകള് MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ MBBS സ്റ്റുഡൻ്റായ പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സബ്ജക്റ്റ് വൈസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. അത് ഭാരമാണ്. നമ്മൾ സംസാരിക്കുന്നത് ലൈറ്റ് വെയ്റ്റനിങ്ങിനെ കുറിച്ചാണ്. അതായത് ലഘുത്വം, ഭാരലഘുത്വത്തെക്കുറിച്ച് സംസാരിക്കണം. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റാണ് ഈ ഭാരലഘുത്വം. ആ സുകുമാരൻ്റെ സാക്ഷ്യം അത് ഭയങ്കര സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നാ ചെയ്താൽ മകൾ അവിടുന്ന് ഇട്ടിട്ട് പോകുന്നു. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല. അതൊരു ഡിപ്രഷൻ മോഡിലായിപ്പോയി ആൾ. നമുക്കറിയാം ഒത്തിരിയേറെ ഡിപ്രഷനുള്ള ആൾക്കാർ ഇവിടെ വരും. അതിൻ്റെ അവർക്കുള്ള കപ്പാസിറ്റികളൊക്കെ കൂടുതലാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത ഉത്തരവാദിത്വം. അങ്ങനെ വരുമ്പോൾ ചിലർ ഡിപ്രസ്ഡ് മോഡിലാവും. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവസാദമെന്ന് പറയും. ഭാരം മനസ്സിനെ താങ്ങാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ അവിടുന്ന് സാധാരണ മനുഷ്യൻ ചെയ്യണത് എന്താ? അവിടുന്ന് ഒന്നെങ്കിൽ കൂട് വിട്ടു പോരും. അതിന് ആത്മഹത്യ എന്നാണ് പറയണത്. ചില ആൾക്കാർ നാട് വിട്ടു പോയി കളയും. വീട്ടിൽ കടം കയറിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ പോയി കളയത്തില്ലേ? അതിന് നാട് വിട്ടു പോകും. ആത്മഹത്യ ചെയ്തതിനെ കൂട് വിട്ടു പോകും. ഈ ഡിപ്രഷൻ നിസ്സാര കാര്യമല്ല. താങ്ങാൻ പറ്റത്തില്ലെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടനെ അവിടെ നിന്ന് ഒഴിവെടുത്തിട്ട് ചിലപ്പോൾ അവർ വിശ്വാസമില്ലാത്തവരുടെ ആത്മഹത്യ ചെയ്യും. അല്ലാത്തവർ രാജ്യം വിട്ടു പോകും. അല്ലാത്തൊരു വട്ടായിട്ട് തന്നെ തുടരും. വട്ടായിട്ട് തുടരണം. വീട്ടിൽ തന്നെ ഉണ്ടാകും, പക്ഷേ വട്ടായി പോകും. വട്ടായിട്ട് തുടരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ആരും ആക്രമിക്കത്തില്ല. കടക്കാർ വന്നാലും വെളിവില്ലാത്ത മനുഷ്യരോട് എന്ത് സംസാരിക്കാനാണ്? ഭാര്യക്കാണെങ്കിൽ പോലും കുടുംബത്തിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ മകളുടെ ഹോസ്റ്റൽ ഫീസ് ഇല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളോട് എന്ത് സംസാരിക്കാനാണ്? അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി സ്വയമായിട്ടൊരു മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മാർഗ്ഗമാണ് ചില സൈക്കോസിസായിട്ട് വരുന്ന രോഗങ്ങൾ. എല്ലാം അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലതെല്ലാം ഇതുപോലെ ഫ്ലീയിങ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ അവർ മനസ്സ് വിട്ടുപോകും, വീട്ടിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വീട് വിട്ടുപോകും, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകും. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അതാണ് ഈ ഡിപ്രഷൻ എന്ന്. അപ്പോൾ ഈ ഭാരം ചികിത്സിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭാരമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാരം ശരിക്കും ചികിത്സിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഡൈക്കാർഡിന മോർഫിനെ കഴിച്ചിങ്ങനെ മയങ്ങിയിരുന്നത് കൊണ്ടൊന്നും അതൊക്കെ കണ്ണിപ്പൊടിയിടാനേ പറ്റത്തുള്ളൂ. അത് ഡയറക്റ്റ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാനെന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താ കാരണം? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം.
അപ്പോൾ വ്യഗ്രത കാണിക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടാൻ നോക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ വേണ്ടി വ്യഗ്രത കാണിക്കരുത്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്നാണ് പറയണത്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടത് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. അതുവരെ യു മസ്റ്റ് വെയിറ്റ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈശോയിൽ നിന്ന് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ഒരു സമീപന രീതിയുണ്ട് വിഷയങ്ങളോടുള്ള. നമ്മൾക്ക് ആ വിഷയം അപ്പം തന്നെ പരിഹരിക്കണമെന്നാണ് നിങ്ങൾ പറയണത്. ചില വിഷയം അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റത്തില്ല. വെയിറ്റ് ആൻഡ് സീ ആണ് ചില വിഷയങ്ങൾ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 11:28 മത്തായി സ്ലിഹ ശ്രുതികട അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്, എല്ലാ ജാതിക്കാരെയും വിളിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻസിനെ മാത്രമല്ല. മനസ്സിലായില്ലേ? ഈശോയുടെ വചനത്തിൻ്റെ ഒക്കെ രീതി അഡ്രസ്സിങ് ഭയങ്കരമാണ്. പബ്ലിക് അഡ്രസ്സിങ് ആണ്. പിന്നെ ഇത്തിരി കടിക്കട്ടുകായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈശോ ശിഷ്യന്മാർ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ശിഷ്യന്മാരോട് മാത്രം പറയും, അത് രഹസ്യമായിട്ട് പറയത്തുള്ളൂ. അത് ബൈബിളിലുണ്ട്. പക്ഷേ പൊതുജീവിതത്തിലെ കാര്യങ്ങൾ ഓപ്പൺ ഫോറത്തിലാണ് ഈശോ സംസാരിക്കുന്നത്. വെച്ചാൽ പുറത്ത് പബ്ലിക്കാണ്. അതാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവർക്കുമാണ് മുൻതൂക്കം. അല്ലാതെ ഈശോനെ ആദ്യം ഈശോനെ ബാപ്റ്റിസം വഴി സ്വീകരിച്ച ആൾക്കാർ മാത്രമല്ല, എനിബഡി ഈശോനെ കേൾക്കാൻ മനസ്സുള്ള എല്ലാവരെയുമാണ് ഈ ആശ്വാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരിക. അടുത്ത വചനം വായിച്ചേ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഈ മനുഷ്യരാശിയോട് സംസാരിക്കാത്തൊരു സംഭവമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് എത്രയോ സമാരാധ്യന്മാരെ മതസ്ഥാപകരും അതുപോലെ തന്നെ ലോകഗുരുക്കളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ ആശ്വസിപ്പിക്കാമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ജാതിയും മതവും നോക്കാതെ പറഞ്ഞ ഒരേ ഒരാളാണ് ഈശോ. അതാണ് ഈശോയുടെ ദൈവത്വം എന്ന് പറയുന്നത്. കൈ ഇട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കാനുണ്ട്. അതായത് നമ്മൾ പാടിയാലും പ്രാർത്ഥിച്ചാലും ഇതിലെല്ലാം നമുക്ക് ദൈവസ്നേഹം ഫീൽ ചെയ്യാതെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ദൈവ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ വെൻ യു സിങ് വിത്ത് എ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തോടെയാണ് അത് പാടേണ്ടത്. ഒരു വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ യേശുവേ സ്തോത്രം എന്ന് പറയുന്നത്? അത് നമുക്ക് ആ വചനത്തോട് ഉള്ള ഒരു തുറവിയും വചനത്തിലുള്ള ആന്തരിക ആനന്ദവും ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഓട്ടോമാറ്റിക് പ്രതികരണമാണ് യേശുവേ സ്തോത്രം എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം ഈ മെക്കാനിസം എല്ലാം വർക്ക് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് ലവ് ആണ്. ആധ്യാത്മികതയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കൊയ്ത്തിനാണ് തയ്യാറാകണമെങ്കിൽ ആദ്യം അരുവ മുറിച്ചുള്ളതാക്കണ്ടേ ഇല്ലേ? അതുപോലെ ഉള്ളൊരു നടപടിക്രമം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ദൈവാനുഭവത്തിനാണ് തയ്യാറായി വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം എന്നെ വർദ്ധിപ്പിക്കാൻ നോക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക, കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഓരോ വാക്കും, അങ്ങയെക്കുറിച്ചുള്ള ഓരോ ഗാനങ്ങളും, അങ്ങയുടെ നാമത്തിലുള്ള ഓരോ പ്രവൃത്തികളും കടുത്ത ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും 11:28 ഈശോ എന്നാ പറഞ്ഞത്? നമുക്ക് സ്വസ്ഥത ഉണ്ടാകാൻ, ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാൻ ഈശോ എന്നാ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്നിൽ നിന്ന് പഠിക്കുവേൻ. രണ്ട് കാര്യങ്ങളാണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്. ഒന്നെന്താണ്? ശാന്തശീലത. ഹറിബറി ആക്കരുത്, ധൃതി കാണിക്കരുത്. മനസ്സിലായില്ല? ധൃതി കാണിച്ചാൽ ധൃതിക്കാരെല്ലാവരും അഹങ്കാരികളാണെന്നാണ് വചനം പറയുന്നത്. അഹങ്കാരമാണ് പ്രശ്നം. നിങ്ങൾ ആരോ വലിയ കൊറാണ്ടറാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. അതുകൊണ്ട് അത് അംഗീകരിക്കാത്ത സമൂഹത്തിൽ അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാകണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആരോ ആണെന്നുള്ളത് നിങ്ങൾ ധരിക്കുന്നു.
നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജാതി, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ ഇത്രയും നാളുള്ള നിങ്ങളുടെ റെസ്യൂം, ബയോഡേറ്റ, അതിലൂടെ നിങ്ങൾ വളർന്ന് വന്നിട്ടുള്ള എല്ലാത്തിനെയും ഇടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി ഉയർന്നു വന്നിട്ടുള്ള നിങ്ങളുടെ കലിബർ കപ്പാസിറ്റി, അങ്ങനെ അതെല്ലാമായി നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും ഇതുപോലെ ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിർത്തപ്പെടും. അപ്പോഴെന്ത് പറ്റും? നിങ്ങൾ ഹർട്ടാകും. അതാണ് വിഷയം. അതുകൊണ്ട് ഈശോ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ഹറിബറി കാണിക്കുന്നവർ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കല്യാണം ഹറിബറി കാണിക്കേണ്ടവരുണ്ട്, ജോലി ഹറിബറി കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന് ഒരു തിരി ഇങ്ങോട്ട് തന്നു. അന്ന് ഉടമ്പടി അമ്മ തന്നിട്ടില്ല, വെള്ളത്തിരിയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തിരി വന്നിച്ചു തന്നു. എനിക്കവളെ പരിചയമുള്ള എൻ്റെ നാട്ടുകാരത്തെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ വെച്ചാൽ പരിചയമുള്ള ആളല്ലേ, അടുപ്പമുള്ള ആളെ. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് വെഞ്ചരിച്ചാൽ എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. എന്താ പറ്റുക? അവിടെ TTC BEd കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൾ സ്കൂളിൽ കയറണമെന്ന്. അതിന് ഒരു തിരിയും പിടിച്ച് ദൈവത്തിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുക. അതാണ് പ്രശ്നം. ഞാനത് വെഞ്ചരിച്ച് കൊടുത്തൊക്കെ ജോലി കിട്ടി. പക്ഷെ ഞാൻ അവളുടെ ഒരു കാര്യം പറഞ്ഞു, ഈ മോഡ് നീ ആവർത്തിക്കരുത്. ഈ രീതിയിലുള്ള നിൻ്റെ ഈ എന്താണ് ഇപ്പം തന്നെ എടുത്ത പിടിച്ചാലേ എല്ലാം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഈ വ്യഗ്രതയില്ലേ, ഇത് ആവർത്തിക്കരുത്. അറ്റാക്ക് വരെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. കാര്യം ഈ ജീവിതം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ അങ്ങനെയല്ല. എപ്പോഴെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് അതേ മോഡിൽ നിങ്ങൾ ദൈവത്തിനെ എപ്പോഴും അളക്കരുത്. അങ്ങനെ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ കൈവിട്ടു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രീതിയല്ല നിങ്ങളുടേത്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം അഹങ്കാരമുണ്ട്. ധൃതി കാണിക്കുന്നവരിൽ എന്താ ഉള്ളത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അഹങ്കാരമുണ്ട്. വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ വല്ല പണി കിട്ടണമൊക്കെ നടന്നു ജോലി കിട്ടും. വലിയ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ധൃതിക്കാർക്ക്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. ഈ വിനീത ഹൃദയം ഉണ്ടായാൽ മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മരിയ സ്പിരിച്വാലിറ്റി. അതാണ് ലൂക്ക 1:49. സ്തുതിക്കട്ടെ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതൊക്കെ 48 വായിച്ചേ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതാണ് സംഭവം. അത് വലിയ കാര്യങ്ങളും മേജർ ഡ്യൂട്ടി വിഷയം. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മേജർ ഡ്യൂട്ടിയാണ് ഉള്ളത്. ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വല്ല നൊവേനം കൂടി നിങ്ങളുടെ നാട്ടിൽ തന്നെയാണുള്ള സംവിധാനമുണ്ട്. ആലപ്പുഴ വരേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി നമ്മൾ എടുക്കുന്നത് മേജർ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്, വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ലൂക്ക 1:48 നോക്കണം. എന്താണ്? ശക്തനായവൻ പറഞ്ഞേ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണ് ശക്തൻ വലിയ കാര്യങ്ങൾ ചെയ്തത്? അവിടുന്ന് പറഞ്ഞേ, തന്റെ ദാസിയുടെ വിനീതാവസ്ഥ. വിനീതാവസ്ഥയ്ക്ക് അഹങ്കാരമില്ല, ധൃതിയില്ല. മനസ്സിലായില്ലേ? കർത്താവ് അനുവദിക്കുമ്പോൾ കർത്താവ് നല്ലതേ അനുവദിക്കത്തുള്ളൂ. ഞാൻ കർത്താവിൻ്റെ മനസ്സ് വരെ വെയിറ്റ് ചെയ്യും. ചെറിയ കാര്യം, അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ധൃതിക്കാരാണ്, ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ആണെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കോമ്പറ്റീറ്റീവ് ആണെന്ന്. നിങ്ങൾ ധൃതി കാണിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ടാകും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ഫിലിപ്പി 2:3. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 2:3. മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതാ പ്രശ്നം. അപ്പോൾ ധൃതി കാണിക്കുന്നതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്താണ്? മത്സര്യം ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്? വ്യർത്ഥാഭിമാനം. അവനേക്കാൾ നേരത്തെ എനിക്ക് ജോലി വേണം, അതാണ് ഒരു. അവരെക്കാൾ നേരത്തെ എനിക്ക് കാർ വാങ്ങിക്കണം, അവരെക്കാൾ നേരത്തെ എനിക്ക് വീട് വെക്കണം. ഇതാണ് വിഷയം. ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ധൃതി വരണത്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഫിലിപ്പി 2:3 എന്താ പറയണത്? മത്സര്യമോ പറഞ്ഞേ, മത്സര്യമോ പിന്നെന്താണ്? വ്യർത്ഥാഭിമാനമോ മൂലം. വ്യർത്ഥാഭിമാനം, അഭിമാനം എന്നല്ല, ബൈബിൾ അതിനെ തിരിക്കുന്നുണ്ട്. വ്യർത്ഥാഭിമാനമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത അഭിമാനം. മത്സര്യമുള്ള ആൾക്കാർക്ക് വ്യർത്ഥാഭിമാനം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോകണമെന്ന് കേട്ടതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഉടനെ വന്ന് അവളെക്കാൾ നേരത്തെ എനിക്ക് ഇംഗ്ലണ്ടിൽ പോകണമെന്ന്. തീർന്നില്ല പരിപാടി. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം. ഇത് വ്യർത്ഥാഭിമാനമാണ് സംഭവം. അതുകൊണ്ടാണ് ധൃതി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് മത്സര്യമോ പറഞ്ഞേ, മത്സര്യമോ. ഫിലിപ്പി 2:3. മത്സര്യമോ വ്യർത്ഥാഭിമാനവും മൂലം നിങ്ങൾ
ഒന്നും ചെയ്യരുത്. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യുന്നല്ല. യു മസ്റ്റ് നോട്ട് ഡു എനിത്തിങ് എന്നാണ്. ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സിലാണ് പ്രാധാന്യമാണെന്നുണ്ടെങ്കിൽ, യു വിൽ നോട്ട് ഡു എനിത്തിങ് വിത്ത് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. മത്സരം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ബൈബിൾ എപ്പോഴും ഉന്നം വെക്കുന്നത് നിങ്ങളുടെ ജഡിക മനുഷ്യനെ ശരിക്കും ഒന്ന് പരുവപ്പെടുത്തി ദൈവാരൂപി പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിന് ഈശോ രഹസ്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം ഈശോ അറിയും, പക്ഷെ പുറത്ത് പറയത്തില്ല. ഇപ്പോൾ കോച്ചേഴ്സിൻ്റെ ഒരു പരിപാടി അതാണല്ല. കോച്ച് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ടാകും. അവർക്കൊരു ടീച്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ടീച്ചേഴ്സിനെ അറിയാം, ഇപ്പോൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഈ പാഠം കൊണ്ട് കുട്ടികൾക്കുണ്ടാകേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കുട്ടികളോട് ചിലപ്പോൾ പറയത്തില്ല. അതിന് കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഈശോ ചെയ്ത ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ വൈകുന്നേരം ആയപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി നമുക്ക് കിടക്കാനുള്ള സ്ഥലം ഒരുക്കാൻ പറഞ്ഞു. വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞതാണ്. അവൻ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞ്, നമുക്ക് രാത്രി തങ്ങാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇടാനുള്ള അടുക്കളയൊക്കെ വേണം. കുറച്ച് പരിപാടി ഉണ്ടായിട്ട് അതാണ് സംഭവം. യഹൂദൻ്റെ മെയിൻ ആഹാരമാണല്ലോ മീൻ ചൂടലും ചപ്പാത്തി ചൂടലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള സ്ഥലം വേണം, വീട് വേണം. നമുക്ക് 12 പേർക്ക് ഉറങ്ങുകയും ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ഇവരെ ന്യൂട്രലായിട്ട് നേരത്തെ പറഞ്ഞു വിടും. ആരെ വിടണത്? യാക്കോബിനെ, യോഹന്നാനെയും. കൂട്ടത്തിൽ ഇടിവെട്ട് പാർട്ടിയാണ്, ഒന്നിനും സമാധാനം ഇല്ലാത്ത പാർട്ടിയാണ് ഈ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു വിടുന്ന ആൾക്കാരെ നോക്കണം. അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയാണ് പറഞ്ഞു വിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, എല്ലാം ശാന്തമായിട്ട് നടന്നു തരാം. എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഈ ഓടുന്ന അകത്ത് കിടന്ന് ഓടുന്ന ആൾക്കാരാണ് അവന്മാരുടെ പേര് തന്നെ ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ബനേർഗസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടിവെട്ട് പോലെ നടക്കണം പാർട്ടിക്ക്. അതിൻ്റെ പേര് തന്നെ അതാ. ബൈബിളിൽ ഇവിടെ പേരിട്ടിരിക്കണത് ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ഇടിനാഥത്തിന് ആരും വെയിറ്റ് ചെയ്യത്തില്ല, ഇടിവെട്ട് ആർക്കും വെയിറ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് നടക്കണം. ഇടിവെട്ട് ആൾക്കാരാണ്. ബൈബിൾ അതിൻ്റെ പേര് വരുന്നത്. ഈ രണ്ട് കക്ഷികളെ പറഞ്ഞു വിടണത് എന്താ ഇവർ ചെയ്യണത്? ഇവർ ചെന്ന് വെച്ച് ദാർഢ്യമുണ്ട് ഇവർക്ക് കാര്യം അപ്പം തന്നെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന പാർട്ടിനെ വിട്ടിരിക്കണത്. ഇവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ നാളെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് കൊള്ളാതെ വരും. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരെന്താ ചെയ്തിരിക്കണത്? അവർ സമറിയക്കാരുടെ പട്ടണത്തിൽ ചെന്നിട്ട് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പറയുന്നതിന് അവതരിപ്പിക്കുന്നതിനൊക്കെ രീതികളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഇവർ ദാർഢ്യത്തോടെ അവതരിപ്പിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്താ പിടിച്ചില്ലേ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴേ സമരക്കാർക്ക് അവിടെ കൂറളായി. അവർ പറഞ്ഞ്, ജെറുസലേമിലേക്കല്ല, ഈ ഇന്ദ്രനായാലും ശരി ഇവിടെ കൂടി പോണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കൈയും കാര്യം വിട്ടുവെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരുടെ യഥാർത്ഥ സ്പിരിറ്റ് പുറത്ത് വന്ന് ഇവർ മിണ്ടാതെ വന്നിട്ട് ഈശോൻ്റെ അടുത്ത് പറയണ വർത്തമാനമുണ്ട്. എന്താ പറയണത്? അവർ ഈശോയോട് പറയണത്, ആകാശത്തുനിന്ന് ഇടുത്തി വന്ന് അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അധികാരം തരാൻ. അപ്പോൾ സാഹചര്യം മാറിയപ്പോഴേ ഇവിടെ ഈശോയുടെ സ്പിരിറ്റൊന്നുമില്ല. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സ്നേഹം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചൊക്കെ ശരിയാണ്. പക്ഷേ വേദപാഠം ഇവിടെ ഏറ്റില്ല. കൈവന്മാരുടെ ഉള്ളിലിരിക്കണ വേറെ അരൂപിയാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി എടുത്താലും ആ പഴയ അരൂപിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണി മേടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയെന്ന്. വല്ല കഥയുണ്ടാ? അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഉടമ്പടി എടുത്താലും വല്ലതൊക്കെ എഴുതിയിടുക. ചില ആൾക്കാർ ഇവിടെ എഴുതിയത്, അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം, ഞാൻ കളിയാക്കുമല്ല, ചുമ്മാ ഈ പെട്ടി കാണുമ്പോൾ എഴുതിയിട്ടേച്ചും പോകും. അങ്ങനെ വല്ല എഴുതിയിടലും ആയിട്ട് ഈ പഴയ ആൾക്കാരുടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് വെളുക്കാൻ തേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ സ്പിരിറ്റുണ്ട്. അതാണ് പ്രശ്നം. അവരെന്താ പറയുന്നത്? ഇവർ പറയണത്, ഇവരോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം ഇതിനുള്ളിൽ. ഈ ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി സമറിയക്കാരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ കക്ഷികൾ ഇത്രയും നാൾ പഠിച്ച വേദപാഠം, കർത്താവിൽ നിന്ന് പഠിച്ച വചനങ്ങൾ എല്ലാം ഇവർ മറന്നു. കാര്യം ഇത് ലൂക്കായുടെ 10-ാം അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത്. ആ 7-ാം അധ്യായത്തിലേക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതായത് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ മറ്റുള്ളവരോടും ചെയ്യണമെന്ന്. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കക്ഷികളാണത്. പക്ഷെ പഠനമൊന്നും ഇവിടെ ഏറ്റില്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് മറ്റുള്ളവരോട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ സ്തുതി. ലൂക്കാ 6:31 മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന്
നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. മറ്റുള്ളവരെ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറും. ഇത് ലൂക്ക 6:31 ഈ സമറിയക്കാരൻ ഇടുത്തി വീട്ടെന്ന് പറയണത് 9:54 ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? സംഭവം മനസ്സിലായില്ലേ? 6:31 എന്താ പറഞ്ഞിരിക്കണേ? ഈശോ പഠിപ്പിച്ചത് എന്താണ്? 6:31 ഈശോ പഠിപ്പിച്ചത് എന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ഇത് ഗോൾഡൻ റൂൾ എന്നാണ് പറയണത്. ഈ ഗോൾഡൻ റൂളിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കക്ഷികളാണ് ഇപ്പോഴും പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു വിഷയം വന്നപ്പോൾ അവിടെ തനി സ്വഭാവം കാണിക്കണത്. നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പിടികിട്ടിയാ? ഒറ്റ നടക്ക് പോകത്തില്ല ഈ സംഭവം. നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:55 ടിപ്പണി നോക്കുക. 9:55 ടിപ്പണി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 9:54 ടിപ്പണി. ടിപ്പണി എന്ന് മനസ്സിലായി? ടിപ്പണി എന്ന് വെച്ചാൽ ഫുട് നോട്ട്സ്. ബൈബിളിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് മെയിൻ സ്ട്രീമിൽ കണ്ടില്ലെങ്കിൽ ടിപ്പണിയിലുണ്ടാവും. ആ ടിപ്പണിയിൽ പ്രധാനപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികളിലുള്ളതാണ് പറയണത്. 9:55 പറഞ്ഞു. കർത്താവേ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. നെക്സ്റ്റ് വേർഡ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെ പ്രകാരവും കാണുന്നു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാണ് വിഷയം. അതായത് വചനം നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്പിരിറ്റ് ഡിസേൺ ചെയ്യേണ്ടി വരും. നമ്മളിലുള്ള സ്പിരിറ്റില്ലേ, അതാണ് 9:54. ഇപ്പോൾ ഇവരെന്താ, യാക്കോബ് യോഹന്നാൻ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താ തിരിച്ചു വയ്ക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? എന്തരൂപിയായിരിക്കും? അവരെ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തരൂപിയായിരിക്കും? അത് യോഹന്നാൻ 10:10 അരൂപിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ അത് അരൂപിയാണെന്ന്? അവരെ തീയും ഗന്ധകവും വീണ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന അരൂപി എന്താണ്? യോഹന്നാൻ 10:10 അരൂപിയാണ്. എന്താണത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. നശിപ്പിക്കുന്ന അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പറഞ്ഞൊരു കഥയൊന്നുമില്ല, ദുഷ്ടാരൂപിയാണ് നയിക്കുന്നത്. സഭയിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുഷ്ടാരൂപിയെ കാണാൻ പറ്റൂ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് ഈശോ പറയത്തില്ല. ഈശോ അതായത് ഭയങ്കര ടീച്ചറാണ്, ആത്മാവിൽ നിറഞ്ഞ ടീച്ചറാണ്. ആരെയും ബ്രാൻഡ് ചെയ്യത്തില്ല. യു ആർ ലീഡിങ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് എന്ന് ഈശോ പറഞ്ഞില്ല. യു മസ്റ്റ് ഇൻട്രോസ്പെക്റ്റ്. നിങ്ങളത് ആന്തരികമായിട്ട് ശോധന ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന്. ഇത് ഓരോരുത്തരുടെ ചുമതലയാണ്, വേറെ ആരും പറയേണ്ട ചുമതലയല്ല. നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിയും കണ്ടെടുക്കണം. ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. 3 അരൂപിയുണ്ട്. ഏതരൂപിയാണ്? ദുഷ്ടാരൂപി, ലോകാരൂപി, ദൈവാരൂപി. പിടികിട്ടിയാ? ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യാനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ. രോഗികളെ കാണാൻ പറ്റണില്ലല്ലോ. ചില ആൾക്കാർ രോഗികളെ കുളിപ്പിക്കാൻ പറ്റണില്ലല്ലോ. ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ. ചിലർക്ക് പത്രം പോലും കൊടുക്കാൻ പറ്റണില്ലല്ലോ. യു ആർ ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യരുടെ പേടിയുടെ അരൂപിയാണ് നിങ്ങൾ നയിക്കപ്പെടുന്നു. യു ആർ നോട്ട് ലയബിൾ ടു ടേക്ക് കവനന്റ്. നിങ്ങൾ ഉടമ്പെടുക്കാൻ ബാധ്യതയല്ല, യോഗ്യതയുമില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.